പ്രമേയ വൈവിധ്യം കൊണ്ടും വ്യത്യസ്തമായ ആവിഷ്കാര ശൈലി കൊണ്ടും മലയാള ചെറുകഥയിൽ ഇപ്പോഴും യുവാവായി തുടരുന്ന ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവാണ് റൂമിയുടെ സോൾസേസിലെ ഇത്തവണത്തെ അതിഥി. പത്രാധിപർ, കവി, ഫിലിം, ടെലിഫിലിം സംവിധായകൻ, അഭിനേതാവ് എന്നീ വിവിധ കലാസാഹിത്യ മേഖലകളിലും സജീവമായ ശ്രീ ശിഹാബുദ്ദീൻ്റെ ആത്മഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. റൂമി എന്ന പേര് വളരെയേറെ ഇഷ്ടമായി. അതിൻ്റെ കാരണം ഒന്ന്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ജലാലുദ്ദീൻ റൂമിയാണ്. അതിലൊരാൾ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം ലൂയി ബോർഹസിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം, ബോർഹസിനെ കുറിച്ച് നമുക്കറിയാം, കഥ മാത്രം എഴുതി നോബൽ സമ്മാനം കിട്ടിയ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വലിയ കഥകൾ എന്ന് പറഞ്ഞാൽ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള, എന്താണ് പറയുക, ഒരു എപ്പോഴും യാഥാർത്ഥ്യത്തെ ഏത് നിമിഷവും തകിടം മറിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു സജ്ജമായി നിൽക്കുന്ന ഒരു കഥാപാരമ്പര്യമാണ് ബോർഹസിൻ്റേത്. ഇത് ഒരു ഇൻ്റർവ്യൂവിൽ ബോർഹസ് പറയുന്നുണ്ട്, എന്നെ ഏറ്റവും പ്രചോദിപ്പിച്ച ഒരാൾ ജലാലുദ്ദീൻ റൂമിയാണെന്നുള്ളത്. അദ്ദേഹം കവി മാത്രമല്ല, കവിതയിലൂടെ മസ്നവി എന്ന് പറഞ്ഞ ഒരു പരമ്പരയിലൂടെ അദ്ദേഹം കവിതയിലൂടെ കഥയും കഥയിലൂടെ കവിതയും പറഞ്ഞ ഒരു വലിയ, ലോകാവസാനം വരെ ബാക്കിയാവുന്ന ഒരു വലിയ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു, അങ്ങനെ അദ്ദേഹത്തെ ഓർമ്മിക്കുന്ന വിധത്തിലുള്ള ഈ പേര് എനിക്ക് വളരെയേറെ ഇഷ്ടമായി. കഥയെക്കുറിച്ചുള്ള നമ്മൾ നിരവധി പാഠങ്ങൾ ഉണ്ട്. കഥയ്ക്ക് പലതരം വഴികളുണ്ട്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വഴികളുണ്ട്, അല്പം എന്താണ് പറയുക, പലതരം റിയലിസ്റ്റിക് അല്ലെങ്കിൽ ഫാൻറ്റസി, അങ്ങനെയുള്ള മാജിക്കൽ റിയലിസം എന്നൊക്കെ പറയുന്ന മറ്റുള്ള ഒരുപാട് രീതികളുണ്ട്. ആ രീതികൾ നമ്മളൊരു കുട്ടിക്കഥ കേൾക്കുമ്പോൾ സത്യത്തിൽ അതിനകത്ത് മാജിക്കൽ റിയലിസം വരുമ്പോൾ നമുക്ക് വലിയ പരിഭ്രമങ്ങളൊന്നുമില്ല. അത് ആകാശത്തൂടെ പറന്നു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഒരു ചൂലിൻ്റെ പുറത്ത് ഡാഗിനി പറന്നു പോകുന്നു പറയുമ്പോൾ നമുക്കൊരു ഇതുമില്ല. നമ്മൾ അത് വളരെ പെട്ടെന്ന് സ്വാംശീകരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ട്. ഈ ലോകം വളരെ റിയലിസ്റ്റിക്കായ ഒന്നല്ല. അതാണ് അതിൻ്റെ കാരണം. റിയലിസം ഉണ്ട് ഇതിൻ്റെ അകത്ത്. കാരണം എപ്പോഴും യാഥാർത്ഥ്യത്തിൻ്റെ പരുക്കൻ തലത്തിൽ നമ്മൾ നിൽക്കേണ്ടി വരുന്ന ഒരു വല്ലാത്ത നിസ്സയാവസ്ഥയുണ്ട്. നമുക്ക് കുതിറി മാറാൻ കഴിയാത്ത ഒരുപാട് സംഗതികൾ, അതിനെയൊക്കെ നമ്മൾ ഭാവന കൊണ്ടാണ് പൂരിപ്പിക്കുന്നത്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഭൂമിയിലെ ഏറ്റവും നിസ്സഹായനായ ജീവി മനുഷ്യൻ തന്നെ ആയിരിക്കും. ഒട്ടും ജെന്യുവനാവാതെ ആ ജെന്യുവിറ്റിയെ മാറ്റിക്കൊണ്ട് ഒരു ഫേക്കായ ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ വിധിക്കപ്പെടുന്നു എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പരാധീനത. അത് കഥ കൊണ്ടാണ് നമ്മൾ അതിനെ മറികടക്കുന്നത്. പലതരം ഭാവനകൾ കൊണ്ട് അതിനെ മറികടക്കുന്നു. അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം, ഭൂമിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ജീവിയാണ് മനുഷ്യൻ. അമീബ മുതൽക്കിങ്ങോട്ട് പലതരം പരിണാമങ്ങളിലൂടെ നമ്മൾ വന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ ജീവി ആയി മനുഷ്യൻ നിലനിൽക്കുന്നു. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അനേക കോടി പാതകളുടെ ഒരു ജനറ്റിക്കൽ പാത്ത്, വഴികൾ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ നിറങ്ങളിലുണ്ട്, നമ്മുടെ പദങ്ങൾ സെലക്ട് ചെയ്യുന്നതിലെ കാര്യത്തിൽ പോലും ഉണ്ട്. നമ്മളെ ഭാവനകളിലൊക്കെ വ്യത്യസ്തമായിട്ട്, മാനസികഘടനയിൽ വ്യത്യസ്തമായിട്ടുണ്ട്, ശരീരഘടനയിലുണ്ട്, സാംസ്കാരിക ഘടനയിലുണ്ട്, വൈകാരിക ഘടനയിലുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഇതിലൂടെയുള്ള ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു ജീവിയാണ് മനുഷ്യൻ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നടന്ന ഈ യാത്രകൾ എന്ന് പറയുന്നത്, കടൽ യാത്രകൾ, ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയൊക്കെ നമ്മൾ വന്ന് ഒരു വലിയ മാറ്റങ്ങളുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൊന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ പലതരത്തിലുള്ള പരിണാമങ്ങൾ ഒന്നിച്ച് ചേർക്കുന്ന തരത്തിൽ ആയി മാറുന്നു. അതുകൊണ്ട് പലതരം നമ്മൾ സപ്രസ് ചെയ്യാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പം ജീവികളിൽ തന്നെയുള്ള എല്ലാ അംശങ്ങളും നമുക്ക്, നമ്മളൊരു മനുഷ്യൻ, ചില മനുഷ്യരിൽ മുറ്റി നിൽക്കുന്ന ജീവികളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് ഏറെയും കുറഞ്ഞു നിൽക്കുന്നു. ചില മൃഗങ്ങൾ ഉണ്ടാവും, ചിലത് സാത്വിക മൃഗമായിരിക്കും, ചിലത് വളരെ ക്രൗര്യം എന്നുള്ളതല്ല, അത് ഇപ്പം നമ്മൾ മാംസ ബുക്ക്, സസ്യ ബുക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഞാനൊരു ദിവസം കർണാടകത്തിലുള്ള ഒരു ഫോറസ്റ്റിൽ, അത് ഒരു 50 കിലോമീറ്റർ ഉള്ള ഒരു ഫോറസ്റ്റാണ്. ആ ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്യുകയുണ്ടായി. ആ സമയത്ത് ഒരു വിചിത്രമായ രംഗം കണ്ടു. ഞങ്ങളുടെ ഈ ജീപ്പ്, ഇതിൻ്റെ ഫോറസ്റ്റ് ഗാർഡ് കൊണ്ടുപോകുന്ന ജീപ്പ് അവിടെ നിന്ന് പോയി.
കുറച്ച് റിപ്പയർ പണിയൊക്കെ ഉണ്ട്. അപ്പം ഞാനതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കാരണം കാടിൻ്റെ നടുവിലാണുള്ളത്. അപ്പോൾ അനേകം മൃഗങ്ങൾ പല ഇവിടുന്നൊക്കെ ചെറിയ ശബ്ദങ്ങളുണ്ട്, പക്ഷികളുണ്ട്. അങ്ങനെ ഞാനൊരു നിശ്ചിത ദൂരം പാലിച്ചുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ കാട്ടിലാണുള്ളതെന്ന് സങ്കല്പിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. ചെറിയ നടത്തം, കാരണം അത്ര വലിയ നടത്തത്തിലുള്ള ധൈര്യമില്ല. മാത്രമല്ല നമ്മുടെ യാത്രയിൽ പാലിച്ചിരിക്കേണ്ട അച്ചടക്കത്തിന് അതിനെതിരാണ്. ഞാൻ അവിടെ വെച്ച് ഒരു രംഗം കണ്ടു. എന്താ പറഞ്ഞ ഒരു വലിയ മരം, അവിടെയുള്ള ഈ കാട്ടിനകത്തുള്ള മരം വളരെ ആരോഗ്യമുള്ള മരമാണ്. നമുക്കറിയും, നമ്മളതുവരെ മരം കണ്ടിട്ടില്ല എന്ന് മനസ്സിലാവും. അത്ര ഹെൽത്തി ആയിട്ടുള്ള മരങ്ങളാണ് അവിടെ. ഒരു പൊല്യൂഷനും അതിനെ സാരമായി ബാധിച്ചിട്ടില്ല. അപ്പം അവിടെ കാണേണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഏറ്റവും മേലെ നിന്നൊരു പക്ഷി ഒരു ശബ്ദം ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൻ്റെ താഴെയുള്ള പിന്നെ വൃക്ഷങ്ങളിൽ പെട്ടെന്നൊരു കുരങ്ങൻ വളരെ ഇതായി അലർട്ടാകുന്നു. അത് ശബ്ദം ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഒരു ആശയം കൈമാറുകയാണ്. അപ്പോൾ താഴെ ഉള്ള മാൻ സ്വസ്ഥമായിട്ട് പുല്ല് നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അത് അലർട്ടാകുന്നു. എന്താണ് സംഭവിച്ചത്? അവിടെ ഇതിനെ, ഈ മാനിനെ പിന്നെ കടിച്ചു തിന്നാൻ തക്ക വിധത്തിൽ മാംസബുക്കായ ഒരു മൃഗം കടന്നു വരികയാണ് ചെയ്യുന്നത്. ഞാൻ വളരെ വളരെ അത്ഭുതപ്പെട്ടു പോയി. ഞാനിതിനെ ഈ സസ്യബുക്കിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുകയല്ല ചെയ്യുന്നത്. മറിച്ച് സസ്യബുക്കുകൾക്ക് സാധ്യമാവുന്ന വിധത്തിലുള്ള ഒരുപക്ഷെ നമ്മുടെ സസ്യബുക്കുകളിൽ നിന്നായിരിക്കണം നമ്മുടെ സാമൂഹ്യ ജീവിതം ആരംഭിക്കുന്നുണ്ടാവുക. കാരണം പരസ്പരം കൊടുത്തും വാങ്ങിയും ഒക്കെയുള്ള ആ സൗഹൃദത്തിൻ്റെ ഒരു കാഴ്ചയാണ് സത്യം ഞാനിവിടെ കണ്ടത്. ഏതാനും നിമിഷങ്ങൾക്ക് അത് കടന്നുപോയി. മാനുകൾ വളരെ സേഫായ ഏരിയയിലേക്ക് പോയി. നമ്മൾ ആലോചിച്ച് നോക്കും, മുകളിൽ നിന്നൊരു പക്ഷി ശബ്ദം ഉണ്ടാക്കുന്നു. കാരണം അതിന് ഉയർന്ന കാഴ്ചകൾ അറിയാം. അതിൻ്റെ മിഡിൽ ഉള്ള കുരങ്ങനോട് സംവദിക്കുന്നു. അവരുടേതായ ഭാഷകൾ വളരെ കൃത്യമായി ഇതാക്കി പോകുന്നുണ്ടായിരുന്നു. അപ്പം എന്നാൽ സസ്യബുക്കിൽ അത്ര അല്ല, മാംസബുക്കിൽ അത്ര അധികം എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു വിഷയം ഈ കാടാണ്. കാടും കാട്ടിലെ മൃഗങ്ങളും, ഇപ്പം ആനിമൽ പ്ലാനറ്റ്, നാഷണൽ ജിയോഗ്രഫി, എൻ്റെ വീട്ടിൽ തന്നെ തുടങ്ങി ഉപ്പ ഈ കുരങ്ങന്മാരും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിരിക്കുന്നതിനെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അവർ മൃഗങ്ങളെ ആ പ്രകൃതിയെ വായിക്കുന്നതിനെക്കുറിച്ച്. കാരണം നമ്മുടെ യഥാർത്ഥ ചരിത്ര പുസ്തകം കാട്ടിലാണുള്ളത്, മൃഗങ്ങളിലാണ് ഉള്ളത്. നമ്മുടെ ഭൂതകാലം മുഴുവൻ അതിനകത്തുണ്ട്. അതിൻ്റെ ജെനറ്റിക്കൽ പാത്തുകൾ, അതിൻ്റെ ഇമോഷൻസ്, നമ്മളെ നന്മതിന്മകളെക്കുറിച്ചുള്ള നമ്മുടെ തിരഞ്ഞെടുപ്പ്, ആത്യന്തിക തിരഞ്ഞെടുപ്പ്. അല്ലാതെ ഒരു പാർട്ടിയിൽ മെമ്പറാവുന്നു, ആ പാർട്ടിയുടെ ആളാണ്, അതിൻ്റെ എല്ലാ പിന്നെ മനുഷ്യ നന്മയിൽ അധിഷ്ഠിതമായ സൈദ്ധാന്തികതയും താൻ വഹിക്കുന്നു എന്ന് പറയുമ്പോഴും അൾട്ടിമേറ്റായിട്ട് അയാളുടെ ഉള്ളിലുള്ള ജനിതകമായ ചില വാസനകൾ ഉണ്ട്. അവിടെയാണ് നമ്മുടെ ഇപ്പം എങ്ങനെയാണ് മാർസിൽ നിന്നും സ്റ്റാലിൻ ഭേദപ്പെട്ട് നിൽക്കുന്നത്, നമുക്ക് മറ്റൊന്നായി തീരുന്നത് നമുക്കറിയാം. അല്ലെങ്കിൽ ലെനിൻ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം. ഗാന്ധിജിയിൽ നിന്ന് എങ്ങനെയാണ് പിന്നെ നമ്മുടെ നരസിംഹറാവു ഭേദപ്പെട്ട് നിൽക്കുന്നത് നമുക്കറിയാൻ വേണ്ടി പറ്റും. ഇങ്ങനെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒന്ന് നമ്മുടെ ഉള്ളിലെ കാടാണ്, നമ്മുടെ ഉള്ളിലെ മൃഗങ്ങളാണ്. ഇതൊക്കെ ഒരു കഥ എഴുത്തുകാരനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ജീവിച്ച് കടന്നു പോകുമ്പോൾ ആദ്യമായി നമ്മളൊരു കഥ എഴുതും പോലെയല്ല, അത് കഥയുടെ കൗതുകങ്ങൾക്കപ്പുറത്ത് പിന്നീട് നമ്മൾ കടക്കുന്നത് ശരിക്കും മനുഷ്യ സഞ്ചയങ്ങളുടെ പലവിധ വൈകാരികത, പലവിധ പിന്നെ ഈ പറഞ്ഞ സാംസ്കാരികത, ഇതിൻ്റെയൊക്കെ ഉള്ളറയിലേക്കാണ്, ഉൾവനങ്ങളിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ കടന്നു പോകുന്നത്. അത് അവിടെ കഥയിൽ വനങ്ങൾ ഉണ്ടാവില്ല, പക്ഷേ യഥാർത്ഥത്തിൽ ആ വനത്തെ ഏതൊരു നല്ല കഥയെഴുത്തുകാരനും കാണും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് കഥാകാരൻ മാത്രമല്ല, കവികളും ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ജന്തുവിന് തുടരുന്നു വാസനാബന്ധമിങ്ങുടലു വീഴുവോളവും എന്ന് പറയുന്നുണ്ട്. എപ്പോഴും ഓർത്തു പോകുന്ന ഒരു വരിയാണത്. ജന്തുവിന് തുടരുന്നു വാസനാബന്ധം എന്ന് പറഞ്ഞ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ്, അതാണത്. നിർണായകമായ സന്ദർഭത്തിൽ അതാണ് പുറത്ത് കാണുക. നമ്മൾ അതുവരെയുള്ള പരിഷ്കൃത മനുഷ്യൻ പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്നതും പെട്ടെന്ന് നമ്മൾ കാട്ടിലെ മൃഗമായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ട്. ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ, കഥ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ എപ്പോഴും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം അതാണ്. ചിലപ്പോൾ അതിൻ്റെ വന്യമായ പിന്നെ രൂപകങ്ങളിൽ നിന്നൊക്കെ ഞാൻ മോചിതനായിട്ടുണ്ട് ഒരു പരിധി വരെ. ഇപ്പോൾ പഴയ ആദ്യകാല കഥകളിൽ ഈ വളരെ വന്യമായ രൂപങ്ങളിൽ അഭിരമിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കാരണം ഒരു എഴുത്തുകാരൻ എപ്പോഴും അയാൾക്ക് പല ജന്മങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്.
പല ജന്മങ്ങളിലേക്ക് പോകണം അയാൾ പഴയതിനെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പം എൻ്റെ ആദ്യ കഥാസമാഹാരം എന്ന് പറയുന്നത് ആർക്കും വേണ്ടാത്ത ഒരു കണ്ണ് എന്നുള്ളതാണ്. ആ 90-ലാണ് ആ കഥാസമാഹാരം എം.എൻ. വിജയൻ മാഷ് ആണ് പ്രകാശനം ചെയ്യുന്നത്. കഥാകാരൻ ടി പത്മനാഭൻ അധ്യക്ഷനായിരുന്നു. പ്രധാനപ്പെട്ട പല സി.വി. ബാലകൃഷ്ണൻ അടക്കമുള്ള പല ആളുകളും അതിനകത്ത് ഉണ്ടായിരുന്നു. വലിയ ഭാഗ്യമാണ്. എൻ പ്രഭാകരൻ മാഷുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു വലിയൊരു, ഇപ്പോൾ ഓർക്കുമ്പോൾ വലിയൊരു സൗഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എന്നോട് പലരും പറയും, എന്താണ് ചില പഴയ സുഹൃത്തുക്കൾ പറയും, എന്താണ് ആർക്കും വേണ്ടാത്ത കണ്ണ് പോലത്തെ ഒരു കഥ എന്തുകൊണ്ട് നിങ്ങൾ എഴുതുന്നില്ല എന്ന് ചോദിക്കും. ഞാൻ പറയും, ഈ ആർക്കും വേണ്ടാത്ത കണ്ണ് എഴുതുന്ന കാലത്ത് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ആർക്കും വേണ്ടാത്ത കണ്ണ് ഇങ്ങനെയായിരുന്നില്ല നമ്മൾ എഴുതുക. കാരണം മാറുന്ന ഈ നമ്മുടെ പിന്നെ തലത്തിലുള്ള ഇപ്പം മാനവികമായ ഒരു സംഗതിയെ നിയന്ത്രിക്കുന്നതിൽ പലവിധ ഘടകങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പം യന്ത്രങ്ങൾ, ഇപ്പം എനിക്ക് തോന്നുന്നു ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിൻ്റാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ബന്ധിക്കപ്പെട്ട, നമ്മുടെ സംസാരം ബന്ധിക്കപ്പെട്ട നിലയിൽ ഒരു വയറിൻ്റെ ഇതിൽ നിൽക്കുന്നതാണ്. വളരെ സ്വതന്ത്രമായി ആകാശത്തേക്ക് പടർന്നു പോകുന്ന ഒരു പൂമ്പാറ്റയെ പോലെ പടർന്നു പോകുന്ന ഒരു ചിത്രമാണ് നമ്മൾ മൊബൈൽ ഫോണിലൂടെ വരുന്നത്. ലോക ചരിത്രം മൊബൈൽ ഫോണിന് മുമ്പും പിമ്പും ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. തൻ്റെതായ സ്വകാര്യതകളിലേക്ക് അത് വന്നു, മനുഷ്യന് വലിയ സ്വാതന്ത്ര്യം നൽകി. പക്ഷെ അതോടൊപ്പം തന്നെ പിന്നെ ടെക്നോളജിയുടെ ഒപ്പം മാനവികമായ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ദൗർഭാഗ്യവശാലും നമുക്കത് ഉണ്ടാവുന്നില്ല, ഭാവിയിൽ ഉണ്ടായേക്കാം. അപ്പോൾ എന്താണ് മാനവികത എന്ന് പറയുന്നതിന് പലമാതിരി ഡെഫിനിഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, എപ്പോഴും നമ്മളൊരു ദിവസം എത്ര മൊബൈൽ സെൽഫി എടുക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു. എത്രയോ സെൽഫികൾ, ഒരു പക്ഷേ കേരളത്തിൽ ഒരു ഏകദേശം 1 കോടി സെൽഫികളെങ്കിലും ഒരു ദിവസം എടുക്കപ്പെടുന്നുണ്ട്. അത് നമ്മൾ കൂട്ടി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നമുക്ക് 3.5 കോടി 4 കോടി ആളുകളുണ്ട്. അതിൽ 1 കോടിയുടെ കയ്യിലെങ്കിലും മൊബൈലുണ്ട്. നമ്മൾ സെൽഫി എടുത്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഒന്ന് ഓർക്കേണ്ടതുണ്ട്, എത്ര ഫോട്ടോയാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത്. അവിടെയാണ് നമ്മുടെ മാനവികമായ എവിടെയോ ഒരു പ്രശ്നം അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഓർക്കേണ്ടത്, എൻ്റെ ഉപ്പാടെ പഴയ അവരുടെ യൗവനത്തിലൊരു പടം ഞാൻ എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എപ്പോഴും എൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അത് എൻ്റെ വീട്ടിൽ തൂക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട്, വീട്ടിൽ സൗകര്യം ഉണ്ടായിട്ടില്ല. ഇവിടെ അടുത്ത വീട്ടിലായിരുന്നു അത് തൂക്കിയിട്ടിരുന്നത്. ഞാനൊന്ന് വളരെ കൗതുകത്തോടെ ആ സുന്ദരനും സുന്ദരിയുമായിട്ടുള്ള ആ ആളെ ഞാൻ ഇന്ന് ഓർക്കാറുണ്ട്. അത് സൂക്ഷിച്ച്, വലിയ സൂക്ഷിപ്പാണ് പറയുന്നത്. പക്ഷേ നമ്മൾ എത്രയോ ഫോട്ടോ എടുക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ സൂക്ഷിക്കുന്നില്ല, ഹോൾഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഈ ഹോൾഡ് ചെയ്യുന്നതിൻ്റെ കഴിവ് വളരെയധികം ദുർബലപ്പെട്ടിരിക്കുന്നുണ്ട്. മാനവികമായ പിന്നെ പ്രശ്നങ്ങളാണ് അതിൻ്റെ കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നത്, ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കൂ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു 3 ദിവസത്തിനപ്പുറം ഒരു ഇഷ്യൂവും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. പുതിയ ഇഷ്യൂ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതെന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പറഞ്ഞ ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ചരിത്രത്തെ ഹോൾഡ് ചെയ്യുക, മനുഷ്യരെ ഹോൾഡ് ചെയ്യുക, ഭൂതകാലത്തെ ഹോൾഡ് ചെയ്യുക, നമ്മുടെ സംസ്കാരത്തെ ഒക്കെ. നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഒരു വളരെ ഗ്ലോറിഫൈ സംസ്കാരത്തെക്കുറിച്ചല്ല. മനുഷ്യൻ എന്ന് പറയുന്ന നമ്മളിതുവരെ ആർജിച്ചെടുത്ത പല ഉണർവുകൾ ഉണ്ട്. ഇത് എല്ലാവർക്കും ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ ഒരു കഥ എഴുതുമ്പോൾ ഞാൻ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് സത്യത്തിലെ എന്നെ തന്നെയാണ്. എല്ലാ കഥാകൃത്തുക്കളും അവനവനെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ആ ശ്രമങ്ങൾ വളരെ ഫലവത്തായും ചിലപ്പോൾ അല്ലാതെയും മാറും. എല്ലാവരിലും ഒരു 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 കഥയെഴുത്തുകാരനുണ്ട്, ആത്മകഥാകാരനുണ്ട്, കവിയുണ്ട്, ചിത്രകാരനുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ചേർന്ന ഒരു കൂടിയും കുറഞ്ഞൊക്കെ ഉണ്ടാകും. എല്ലാവർക്കും സ്വയം ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ത്വര ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഫോട്ടോയുടെ പ്രിൻ്റ് അല്ലെങ്കിൽ മൊബൈലിൽ അത് കാണുമ്പോൾ നമ്മൾ ആദ്യം തിരയുക നമ്മളെയാണ്. വേറെ ആരുമില്ല. ഞാനെവിടെയാണ് ഉള്ളത്, ഈ ലോകത്ത് ഞാനെവിടെയുള്ളത്, ഞാൻ എങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ തുടങ്ങിയുള്ള അനവധി നമ്മുടെ ആത്മപ്രതിസന്ധികളുടെ ഒരു ഭയങ്കര വിഹുലത ഉണ്ട് അതിനകത്ത്. നമ്മളെ കണ്ടെത്തുന്നവരെ നമ്മുടെ ആ വിഹുലതയുടെ ഒരു പിടപ്പിലാണ്. അത് ഒരു നിമിഷമായിരിക്കാം, പക്ഷെ ആ നിമിഷം നമ്മൾ എൻലാർജ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കഥകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അവിടെയാണ് ഈ കാലസങ്കല്പം എന്ന് പറയുന്ന കഥയുടെ കാലസങ്കല്പം. നമ്മൾ വീണ്ടും പിന്നെ റൂമിയിലെത്തുന്നു. റൂമി എഴുതിയ മഹത്തായ പല കഥകളുമുണ്ട്. അത്
അതിൽ ഞാൻ എപ്പോഴും പിന്നെ റൂമിയെ പിന്തുടർന്ന ഒരു ആളാണ് ബൊറസ്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോയ ഒന്നാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് പിന്നെ ഈ റൂമി ഉണ്ടായിട്ടുള്ളത്. റൂമി ഒരുപാട് എഴുത്തുകാരെ പ്രസവിച്ച ഒരാൾ കൂടിയാണ്. ഇപ്പം ജിബ്രാൻ ഇങ്ങനെ തുടങ്ങിയ ഫിലോസഫിയും കഥയും എല്ലാം കൂടി കൂടിക്കൊഴിഞ്ഞിട്ട് മനുഷ്യ സമസ്യകളെ ഇങ്ങനെ കൃത്യമായി അവതരിപ്പിക്കുന്നു. അതിഭയങ്കരമായ ഒരു വല്ലാത്ത കഥകളാണ്. ഞാൻ ആലോചിക്കാറുണ്ട് റൂമിയുടെ മനസ്സ് എന്തായിരിക്കും എന്നുള്ളത്. എത്രമാത്രം കലുഷിതമായിരിക്കും ആ മനസ്സ്, എത്രമാത്രം അശാന്തമായിരിക്കും, ഉറങ്ങിയിട്ടുണ്ടാവോ റൂമി എന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. കാരണം ചില കഥകൾ ആ ഉറങ്ങാത്ത മനുഷ്യനെ കാണാൻ കഴിയും. ഒരു ദിവസം ഒരു കഥയിൽ ഒരു കഥയിൽ പറയുന്നുണ്ട് റൂമി, ഒരാൾ, അത് റൂമിയുടെ ഒരു കഥയിൽ ഒരു പ്രധാന കഥാപാത്രം ഈ സോളമൻ എന്ന സുലൈമാൻ നബിയാണല്ലോ. അപ്പം സോളമൻ ഒരു ദിവസം നടന്നു പോകുമ്പോൾ ഈ തെരുവിൻ്റെ അങ്ങേ അറ്റത്ത് ഉള്ള ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, എന്നെ രക്ഷിക്കണം. കാരണം അദ്ദേഹം രക്ഷിതാവ് കൂടെ രാജാവ് ഒക്കെയാണല്ലോ, പ്രവാചകനും ഒക്കെയാണ്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, മരണത്തിൻ്റെ മാലാഖ എന്നെ സൂക്ഷിച്ച് നോക്കി, എനിക്ക് ഭയം തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നീ പേടിക്കൊന്നും വേണ്ട, ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അത് എന്നെ ഉടനെ പിടിക്കുമെന്ന് എനിക്ക് തോന്നി എന്ന് തോന്നി എൻ്റെ കണ്ണുകൾ നോക്കിയപ്പോൾ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ എൻ്റെ മാന്ത്രിക ശക്തി കൊണ്ട് 7 കടലിനക്കരെയുള്ള ദ്വീപിലേക്ക് കൊണ്ടുപോകാം, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം മാന്ത്രികനാണല്ലോ സോളമൻ. അദ്ദേഹം 7 കടലിനക്കരെയുള്ള ഒരു ദ്വീപിലേക്ക്. വൈകുന്നേരം ഈ മരണത്തിൻ്റെ മാലാഖയെ കണ്ടപ്പോൾ സോളമൻ ചോദിക്കുകയാണ്, എന്തിനാണ് ആ പാവത്തെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി പേടിപ്പിച്ചത് എന്ന് പറയും. അയ്യോ, ഞാൻ ഭയപ്പെടുത്തിയതല്ല, 7 കടലിനക്കരെയുള്ള ഒരു ഐലൻഡിൽ വെച്ച്, ദ്വീപിൽ വെച്ച് ഇന്ന് വൈകുന്നേരം പിടിക്കേണ്ട ഒരു ആത്മാവ് എന്താണ് ഇങ്ങനെ ഈ സ്ഥലത്ത് എന്നാണ്. അപ്പോൾ ഒരു വലിയ വിഭ്രമത്തിൻ്റെ, ഒന്ന് ആലോചിച്ച് നോക്കണം, ജീവിതത്തിൻ്റെ അനന്തമായ സത്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ അനിശ്ചിതാവസ്ഥകളെക്കുറിച്ച് വലിയ ഫാൻറ്റസിയിലൂടെ അത് തുറന്നിടുകയാണ് ചെയ്യുന്നത്. അനേകം കഥകൾ, ഫിലോസഫിക്കലായതും അല്ലാത്തതുമായ കഥകളിലൂടെ ഉണർത്തിയ റൂമി വലിയ പാരമ്പര്യങ്ങളുടെ എല്ലാ ലോകത്തും എല്ലാ ഇടങ്ങളിലും അത്ര റൂമിമാരുണ്ടായിട്ടുണ്ട്. ഇന്ന് നമ്മൾ പലപ്പോഴും ഒരു വിഷയം ചർച്ച ചെയ്യുന്നു, അത് ആ വിഷയത്തിന് ഒരു പരിഹാരം ചർച്ച ചെയ്യുന്നു. നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ നമ്മൾ പൂർവ്വഗാമികളായ ആളുകൾ അത്തരം പ്രശ്നങ്ങളെ അലഞ്ഞു തിരിഞ്ഞ് നേടിയെടുത്ത ഔഷധങ്ങൾ അവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇന്ന് ഇപ്പം സ്വർഗനരകങ്ങളാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യും എന്നുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. ഇത് പ്രവാചകൻ്റെ 1 നൂറ്റാണ്ടിന് ശേഷം അതിന് ഏറ്റവും അധികം സ്വർഗനരകങ്ങളെ ആ സങ്കല്പങ്ങളെ ഏറ്റവും കഠിനമായി ചെറുത്ത് നിന്ന ഒരു കവയിത്രിയുണ്ട്, പിന്നെ റാബിയത്തുൽ അദ്വിയ. റാബിയ എഴുതുകയാണ്. എന്താണ് എഴുതിയെന്നറിയോ? റാബിയ പറയുന്നു, ദൈവത്തോടുള്ള സംവാദമാണ്, നീ സ്വർഗത്തെയും നരകത്തെയും സൃഷ്ടിച്ച് നീ എന്നിൽ നിന്ന് അന്യമായി എന്ന് പറയുന്നു. അത് നോക്കൂ, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ പറഞ്ഞ വാക്ക് ഇന്ന് നമ്മുടെ രാജ്യത്തെ മനുഷ്യൻ ഒരു ദൈവികമായ അല്ലെങ്കിൽ ആത്മീയമായ അവസ്ഥകളെ തിരിച്ചറിയാത്ത വിധം ഒരുതരം ഭയങ്കരമായി തന്നെ രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അതിഭൗതികവാദത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് എങ്ങനെ പോകുന്നു എന്നുള്ളതിൻ്റെ ഔഷധം റാബിയ അവിടെ അന്ന് കണ്ടെത്തിയിട്ടുണ്ട്. റാബിയ നമ്മൾ മറന്നുപോയിരിക്കുന്നു. അല്ലെങ്കിൽ റാബിയ പോലെ അനേകം പേര്, പിന്നെ കമഹദേവി എന്ന് പറഞ്ഞ ഒരു വലിയ കവയിത്രി, അതായത് നമ്മുടെ വചനം കവിതകളുടെ ശ്രേണിയിൽ വരുന്ന ബസവണ്ണയൊക്കെ ഉദ്ഘാടനം ചെയ്ത് 12-ാം നൂറ്റാണ്ടിലുള്ള അവിടെ ശരിക്കും ഒരു ശിവനാൽ താൻ വരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും അധികാരത്തിൻ്റെ പുറത്ത് അവരെ കല്യാണം കഴിക്കുകയും നമുക്ക് ആ കഥ അറിയാം. പിന്നീട് ഒന്നും ഉടുവസ്ത്രം പോലും ഇല്ലാതെ അവരുടെ മുടി മുഴുവൻ ചുറ്റിയിട്ട് അവർ ഇറങ്ങിപ്പോയി കളഞ്ഞു. അപ്പം ഭൗതികത എന്ന് പറയുന്ന സാധനത്തിൽ നമുക്കറിയില്ല. ഭൗതികത ഒരു രാക്ഷസ രൂപമാണ്. ആത്മീയത എന്ന് പറയുന്നത് പോലും പ്രച്ഛന്ന വേഷത്തിൽ നമ്മൾ ഇന്ന് കാണാൻ കഴിയുന്നത്. നമ്മൾ ഈ ചിന്തിച്ചിരിക്കുന്ന മതവും ആത്മീയതയും ഒന്നാണെന്നുള്ളതാണ്. നമ്മളെവിടേക്കോ കറക്ഷൻ ചെയ്യേണ്ടതുണ്ട്. മതവും ആത്മീയതയും രണ്ടാണത്. മതം ഭൗതികമാണ്, ആത്മീയത അതല്ല. ആത്മീയതക്ക് മതമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു എഴുത്തുകാരൻ കഥ എഴുതുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതോടൊപ്പം നമ്മുടെ രാജ്യം പോകുന്ന വെറുപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതി,
ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിന് ഈശ്വരനായിട്ടോ അല്ലെങ്കിൽ ദൈവസങ്കല്പം യഥാർത്ഥ ആത്മീയതമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അവിടെ അവരുടെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു ഒറ്റ മനുഷ്യരെ ബലിയേടാക്കുക, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അപ്പുറമുള്ള ഇരിക്കുന്ന ഒരാളെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ KP ഉമ്മർ എന്ന് പറഞ്ഞ ഒരു കഥ എഴുതുന്നത്. KP ഉമ്മർ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് KP ഉമ്മർ എന്നല്ല, പിന്നെ വേറൊരു നടൻ്റെ പേരായിരുന്നു പഴയ കാലത്ത്. പിന്നെ മുത്തയ്യ എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അദ്ദേഹം ഈ അടയാറിൽ പോവുകയും, ഈ കാസർഗോഡ് ഭാഗത്തുള്ള എൻ്റെ സുഹൃത്തിൻ്റെ ജ്യേഷ്ഠനാണ്, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അടയാറിൽ പോവുകയും അവിടെയുള്ള ഈ ഒരു കാമുകി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവർ തിരസ്കരിച്ചപ്പോൾ ഉണ്ടായ ഒരുതരം സംഘർഷത്തിൻ്റെ ഫലമായിട്ട് മാനസികമായിട്ട് ഒരു വേറൊരു ഇതിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം എപ്പോഴും കരുതുന്നത് മുത്തയ്യ ആണ് ശത്രു ലോകത്തിൻ്റെ എല്ലാത്തിൻ്റെയും. പക്ഷെ അത് ഞാൻ ആ കഥയിൽ KP ഉമ്മർ ആക്കി മാറ്റാൻ കാരണം, ഞാൻ എൻ്റെ ഏറ്റവും ചെറിയ മോനോട് ചോദിച്ചു, ഇവിടെ മുത്തയ്യ എന്ന് പറഞ്ഞ ആളെ അറിയുമെന്ന് എനിക്കെന്ന് വെച്ചു. അപ്പം പറഞ്ഞു, മുത്തയ്യ എനിക്കറിയില്ല, ആരാണ് മുത്തയ്യ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കഥ എഫക്റ്റീവ് ആവില്ല. അവന് കുറച്ചുകൂടി പിന്നെ പരിചയമുള്ള ഒരു കഥാപാത്രമായിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള മാറ്റമാണ് KP ഉമ്മർ. ഞാൻ ചോദിച്ചു, KP ഉമ്മർ എങ്ങനെയാണ്? ഓ അറിയാം, ശാരദേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭാഷണമൊക്കെ പറയുന്നുണ്ടായി. അപ്പോൾ ഞാനത് KP ഉമ്മർ സെലക്ട് ചെയ്യാം വളരെ പെട്ടെന്ന്. കാരണം എനിക്ക് KP ഉമ്മറായിട്ട് ബന്ധമുണ്ടായിരുന്നു. ആ കഥയിലെ ആദ്യ ഭാഗങ്ങളൊക്കെ അതാണ്. ഈ പിന്നെ ഞാൻ ഈ യഥാർത്ഥ കഥാപാത്രത്തെ ഒരു തവണ ഇതേമാതിരി അദ്ദേഹം ഇങ്ങനെ എല്ലാ പ്രശ്നത്തിനും കാരണക്കാരൻ മുത്തയ്യാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മുത്തയ്യ മരിച്ചുപോയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പെട്ടെന്ന് ക്ഷുഭിതനായി അദ്ദേഹം പറഞ്ഞു, അതൊക്കെ അവൻ്റെ അഭിനയമാണെന്ന് പറഞ്ഞു. അന്ന് നോക്കി എത്ര രോഗാതുരമായ ഒരു സാമൂഹിക വ്യവസ്ഥയാണ് നമുക്ക് മുന്നിലുള്ളത്. ഒരു ശത്രുവിനെ ഒരു ശത്രുവിനെ പ്രതിഷ്ഠിക്കുക, എല്ലാം ഇരുട്ടിൻ്റെ വലിയ ഒരു തമോ മതിൽ നമ്മൾ പണിയുക, എല്ലാത്തിൻ്റെയും പ്രശ്നം ഒരാളാണ് എന്ന് പറയുന്ന ഇതിനെയൊക്കെ എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ നേരിടുക എന്ന് പറയുന്നത്. ഇതൊരു പച്ചയായിട്ട് അതിനെ എതിർക്കാൻ കഴിയില്ല. അപ്പോഴാണ് ഒരു കഥയുടെ രൂപം മനസ്സിലേക്ക് വരുന്നത്. ആ കഥ അങ്ങനെ ഈ ഇതേപോലെയുള്ള ഒരു അനേകം നമ്മൾ സാമൂഹ്യ പ്രശ്നങ്ങളിൽ നമ്മുടെ ജീവിതത്തെ അസുന്ദരമാക്കുന്ന ഒരുപാട്, ഏറ്റവും നന്നായി ജീവിച്ചു പോകുന്നത് ജീവിതത്തെ അലങ്കോലമാക്കുന്ന, ഇതിനൊക്കെ ഏത് കഥയെഴുത്തുകാരൻ്റെയും ശ്രദ്ധയിൽ വരുന്ന ഒന്നാണ്. കവിയായാലും അത് തന്നെയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ എഴുത്ത് എന്ന് പറഞ്ഞ വ്യക്തിപരമായിട്ട് എപ്പോഴും എന്നാലാവുന്ന വിധം ഞാൻ അത് പിന്നെ പരിഷ്കരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കാരണം 90-ൽ എഴുതുന്ന ഒരാളായിരിക്കരുത് ഞാൻ 2022-ൽ എഴുതുന്ന ഒരാൾ എന്ന് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഒരേ കഥ തന്നെ എഴുതിക്കൊണ്ടിരിക്കാൻ ശ്രമിച്ചിരുന്നു. നിങ്ങൾ ഓർക്കുണ്ടോ അറിയില്ല, KP ഉമ്മർ കഴിഞ്ഞ് ഞാൻ എഴുതിയ കഥ ഈസ എന്ന് പറഞ്ഞ കഥയാണ്. അത് ഈ ഗൾഫ് മണ്ണിൽ ഉണ്ടായ ഒരു വലിയ ഒരു വേദനയുടെ ഒരു കഥയാണ്, പ്രവാസത്തിൻ്റെ കഥയാണ്, ബഹിഷ്കരിക്കപ്പെടുന്ന ജനങ്ങളുടെ ഒരു കഥയാണ്, അവരെ മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ കഥയാണ്. അവിടെ കുഴിച്ചിടപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു നാടിൻ്റെ ആ പ്രവാസികളെ കുഴിച്ചിടപ്പെടുന്ന നിലയിലാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ഗൾഫുകാരൻ പോലും തിരിച്ചറിയാത്ത ഒരവസ്ഥയുണ്ട്. അത് അന്ന് ആ കഥ എഴുതുന്ന സമയത്ത് ഈ ഡൽഹിയിൽ വലിയ നരവേട്ടയായിരുന്നു. അവിടെ പൗരത്വ പ്രശ്നത്തിനെതിരായിട്ടുള്ള ഒരു വലിയ ആളുകളൊക്കെ 2-3 ആളുകളൊക്കെ അപ്രത്യക്ഷമായി ഇന്നും കണ്ടെത്തിയിട്ടില്ല. അവർ എവിടെ പോയി നമുക്കറിയില്ല. അത്രയും വലിയ വയലൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പുതിയ കാലാവസ്ഥയിൽ പത്രങ്ങൾക്കത് പൂർണ്ണമായും പറയാൻ പറ്റാത്ത, മാധ്യമങ്ങൾ വളരെ ദുർബലപ്പെട്ടു പോയ ഒരു സമയമാണിത്. നമുക്കറിയില്ല ഇത് എങ്ങോട്ട് പോകുമെന്നറിയില്ല. കാരണം ഈ ഇരുട്ട് വളരെ പെട്ടെന്ന് അണയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ ഇരുട്ടിൻ്റെ ശരിക്കും ഈ ഇരുട്ട് ആരംഭിച്ചിട്ട് ഇന്നും ഇന്നലെ പുറപ്പെട്ടതല്ല. അത് 10-70 വർഷത്തിന് മേലെയുള്ള ഒരു ഇരുട്ടാണത്. പതിയെ പടർന്നു വന്ന ഒരു ഇരുട്ടാണ്. നമ്മളിത് ഹിറ്റ്ലറുടെ പിന്നെ നാസിസത്തെക്കുറിച്ചൊക്കെ താരതമ്യം ചെയ്യും. അതിനേക്കാൾ എത്രയോ ഭീകരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിൻ്റെ നാസിസം ഉണ്ടാവുന്ന, ഹിറ്റ്ലറുടെ ഒരു രാഷ്ട്രീയം ഉണ്ടാവുന്ന അതിൻ്റെ ഒരു കാലമല്ല ഇത്. അത് ഇതിനേക്കാൾ വളരെ ഇൻഡെപ്തിൽ നിൽക്കുന്നു. നമ്മൾ ദൈവം എന്നൊരു സാധനത്തെ വളരെ ബൗദ്ധികമാക്കി കാണുന്നു. തൊട്ടടുത്ത ആളാണ് ഈശ്വരൻ എന്ന് വിചാരിക്കുന്നതിൻ്റെ ഒരു വലിയ ഒരു പാരമ്പര്യത്തിൽ നിന്ന് നമ്മൾ മറ്റെങ്ങോ സഞ്ചരിക്കുന്നു. അവിടെ സത്യത്തിൽ ഇതെങ്ങനെയാണ് ഒരു കഥ കൊണ്ട് വർണ്ണിക്കുക
എങ്ങനെയാണ് ഒരു കഥ കൊണ്ട് പ്രതിരോധിക്കുക എന്നൊക്കെയുള്ള ഒരു വളരെ വേദനാജനകമായ അവസ്ഥകളിലാണ് എന്നെപ്പോലെ എഴുത്തുകാർ കടന്നു പോകുന്നത്. കാരണം ഇതിൽ സത്യം പലതായി മാറുന്നു. ഞാൻ എപ്പോഴും ഓർക്കാറുള്ളത് ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ ഒരു അധ്യായമാണ്. അതിൽ പേരില്ലാത്ത രണ്ട് കഥാപാത്രങ്ങൾ സംസാരിക്കുന്നു. അങ്ങനെയാണ് ആ ചാപ്റ്റർ ആരംഭിക്കുന്നത്. അത് അല്ലാ പച്ചമുല്ലാക്കിയും നൈജാമലിയും. അത് ഈഗോ ക്ലാഷ് കാരണം രണ്ട് ഇതായി മാറി, രണ്ട് ഗ്രൂപ്പുകളായി മാറി. അവിടെ ഏകാധ്യാപക വിദ്യാലയം വരികയാണ്. ഏകാധ്യാപക വിദ്യാലയം വരുന്നത് ആ നാടിന് മോശമാണെന്ന് കാളിയാർ എന്ന് വെച്ചാൽ അല്ലാ മുല്ലാക്ക പറയുന്നു. നൈജാമലി അതിനെ അനുകൂലിക്കുന്നു. സത്യമല്ലാതെ അവർ ഈഗോ ക്ലേഷാണ് അതുണ്ടാവുന്നത്. അപ്പം പേരില്ലാത്ത രണ്ട് കഥാപാത്രങ്ങൾ ആ ഖസാക്കിൻ്റെ അങ്ങാടിയിൽ വെച്ച് സംസാരിക്കുന്നു. ഇതിൽ ചോദിക്കുന്നു, കാളിയാർ പൊയ്യ, നൈജാമലി പൊയ്യ, സത്യം എതുക്ക്? അപ്പമുള്ള മറുപടിയാണ് സത്യം പലത് എന്ന് പറയുന്നുണ്ട്. അവിടെയാണ് ഒ വി വിജയനെ പോലുള്ള ഒരു വലിയ ഒരു റൈറ്ററുടെ ഒരു പ്രസൻസ് നമുക്ക് എവിടെ ഇല്ലാതായി പോയതിൻ്റെ ഒരു ദുഃഖം നമുക്ക് മനസ്സിലാവുന്നത്. സത്യം പലത്, പല സത്യങ്ങളിലൂടെ പല ഡൈമെൻഷൻസിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലാണ് കഥകളെല്ലാം തന്നെ വരേണ്ടത്. അതുപോലെ നമ്മൾ പുതിയ കാലത്തെ അത് പ്രതിനിധാനം ചെയ്യണം. അതേസമയം അതിൻ്റെ വേരുകൾ വളരെ വളരെ പഴയ ഒരു പൗരാണികതയിലും നമ്മുടെ മനുഷ്യ ചരിത്രത്തിൻ്റെ അങ്ങേയറ്റത്തോളം നിൽക്കുന്ന ഒന്ന്. ചരിത്രം തന്നെ ആവണമെന്നില്ല. കാരണം ആർക്കറിയാം മൃഗങ്ങൾ കഥ പറയുന്നില്ല എന്ന്, ആർക്കറിയാം പക്ഷികൾ കഥ പറയുന്നില്ല എന്ന്. അപ്പോൾ ഇതൊരു വാസനയാണ്, ഒരു മനുഷ്യ വാസന മാത്രമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭാഷ എന്ന് പറയുന്ന ഓരോയിടത്തും ഭാഷകളുണ്ടായി തന്നെ ഒരു കൗതുകപരമായ അത്ഭുതകരമായ സംഗതിയാണ്. നമ്മുടെ മലയാള ഭാഷയിൽ ഇതിപ്പോൾ ഒരു ഗൾഫ് രാജ്യത്താണ് ജീവിക്കുന്നത്. നമ്മുടെ വി ടി കുമാരൻ മാഷ് എന്ന് പറഞ്ഞൊരു കവിയുണ്ട് വടകര. അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതൻ കൂടിയാണ്. അദ്ദേഹത്തിന് അറബി അറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിൽ ആദ്യ ലേഖനം എന്ന് പറയുന്നത് ഈ മലയാള ഭാഷയെക്കുറിച്ചുള്ള ലേഖനം. അദ്ദേഹം പറയുന്നത് 3500-ലധികം അറബ് പേർഷ്യൻ പദങ്ങൾ മലയാളത്തിലുണ്ട് എന്നൊരു ലേഖനമാണ്. അത് ഗംഭീരമായ ലേഖനമാണ്. തുടർന്ന് വലിയ സ്റ്റഡിയൊക്കെ നടന്നിരുന്നു. PhD ഒക്കെ അതിലുണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം, അനേക പദങ്ങൾ, പലതരം സങ്കരങ്ങൾ. കേരളം പോലത്തെ ഒരു സ്ഥലത്തുള്ള കേരളത്തിൻ്റെ തനത് വ്യക്തിത്വം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. നമ്മൾ 10 മലയാളിയെ കണ്ട 10 തരമാണ്. എവിടേക്കോ എന്തിൻ്റെയൊക്കെ അംശങ്ങൾ. ഒരാൾ ആഫ്രിക്കൻ ചായ കാണാം, വേറെ മംഗോളിയൻ ചായ കാണാം, വേറെ അറബ് സാധനം കാണാം. ഇങ്ങനെ ലോകത്ത് ഇത്രയും അത് വംശസംക്രമണത്തിന് വിധേയമായ ഒരു സമൂഹം കാണാൻ കഴിയില്ല. അപ്പം ഇതിൻ്റെ എല്ലാ കോംപ്ലിക്കേഷനും ഉണ്ട്. പക്ഷേ നമ്മൾ മലയാളികൾ സത്യത്തെ മുഖാമുഖം ഫേസ് ചെയ്യുന്നതിൽ സത്യത്തിൽ ഒരു പരാജയപ്പെട്ട ഒരു ജനതയാണ്. അത് നമുക്ക് ജെന്യുവനിറ്റി നമുക്ക് വിധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലുള്ള ഒരു സ്ഥലത്ത് സാഹിത്യത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒന്നാണ്. ഇപ്പം അതേക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് പറയേണ്ടി വരും. നമ്മുടെ വലിയ കേരളത്തിൻ്റെതായ വലിയ ചരിത്രധാരകൾ, അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ വലിയ ചരിത്രധാരകൾ നമ്മൾ എന്താണ് അനുഭവിക്കുന്നത് എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ വന്ന രാഷ്ട്രീയ സമസ്യകൾ എന്ന് പറയുന്നത് എവിടെ വെച്ചാണ് അത് നമ്മൾ കണ്ടെത്തേണ്ടതിൻ്റെ ഔഷധം? ഏത് ഭൂതകാലത്തിലാണെന്നാണ് ആ പൈശാചികത നമ്മുടെ ഉള്ളിലേക്ക് വന്നത് എന്ന് തിരിച്ചറിയാൻ പോലും നമുക്ക് കഴിയാത്ത വിധം വളരെ ഹ്രസ്വകാല സങ്കല്പത്തിൻ്റെ ഒരു അടിമകളായി നമ്മൾ മാറിപ്പോയിട്ടുണ്ട്. കഥകൾ യഥാർത്ഥത്തിൽ മികച്ച കഥകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട 2 അടയാളങ്ങളാണ്. ഒന്ന്, അതിൻ്റെ വലിയ സ്ഥലകാല വിസ്തൃതിയാണ്. അതുകൊണ്ട് മഹത്തായ കഥകൾ നമ്മൾ റൂമി ഉണ്ടാക്കിയിരിക്കുന്നു. അത് തീരുന്നില്ല, അവസാനിക്കുന്നില്ല. സ്ഥലങ്ങളെയും കാലങ്ങളെയും ഭേദിച്ചുകൊണ്ട് അത് യാത്ര ചെയ്യുന്നു. അവിടെയാണ് നമ്മളുടെ എഴുത്തിൻ്റെ പരിമിതിയിൽ എവിടെയാണ് എത്തി നിൽക്കുന്നത്. നമ്മുടെ സ്ഥലകാലങ്ങൾ എത്ര ഹ്രസ്വമാണ്. വളരെ പെട്ടെന്ന് ഒരാൾ ജീവിച്ചിരിക്കെ തന്നെ അയാളുടെ കഥകൾ മരിച്ചു പോകുന്നതോളം ദാരുണമായ അവസ്ഥയില്ല. എങ്കിൽ പോലും നമ്മൾ ആ ദാരുണതയെ ആഘോഷിക്കുന്ന ഒരു ജനത കൂടിയാണ്. നമുക്കറിയാം നമ്മൾ ആരൊക്കെയാണ് ആഘോഷിക്കുന്നത് എന്ന്. അവിടെയാണ് ബഷീറിനെ പോലുള്ള ഒരു എഴുത്തുകാരന് ഉജ്ജ്വലിച്ച് നാൾക്ക് നാൾ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് വലിയ വെളിച്ചമായിട്ട് വരുന്നത്. കാരണം ബഷീർ ഉയർന്ന സ്ഥലകാല സങ്കല്പങ്ങളാണ് ബഷീറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എക്കാലത്തും നമ്മൾ അത്ഭുതമാണ് ആ ജീവിതം എന്ന് പറയുന്നത്. മാധവിക്കുട്ടി
ഒരു വലിയ അത്ഭുതമാണ്. എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, മാധവിക്കുട്ടി എഴുതിയ കവിതകളാണ് പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. മാധവിക്കുട്ടി ഞാനിങ്ങനെ ആവർത്തിച്ച് വായിക്കുന്ന ഒരു എഴുത്തുകാരി കൂടിയാണ്. ബഷീറായാലും വിജയനായാലും ഒക്കെ. ഒരു ഒരിടത്ത് മാധവിക്കുട്ടി എഴുതുന്നു, എന്താണ് പറയുക, ഒന്ന് എൻ്റെ സ്നേഹം കാട്ടുതേനാണ്, അതിൽ വസന്തങ്ങൾ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. എൻ്റെ സ്നേഹം കാട്ടുതേനാണ്, അതിൽ വസന്തങ്ങൾ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ പെട്ടെന്ന് അത് വായിച്ച് അവിടെ ഒന്ന് കുടുങ്ങി നിന്നു. ഒന്ന് നോക്കൂ, ഒരു സാധാരണ കവിയാണെങ്കിൽ എൻ്റെ സ്നേഹം മധുരമുള്ളതാണെന്ന് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ തേൻ മധുരമുള്ളതാണെന്ന് പറഞ്ഞേക്കാം. ഇവിടെ കാട്ടുതേനാണ്, എൻ്റെ സ്നേഹം കാട്ടുതേനാണ്, അതിൽ വസന്തങ്ങൾ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. നോക്കൂ, വലിയ പ്രോസസ്സിംഗ് ആണ് സംഭവിക്കുക. കാട്ടുതേൻ്റെ പ്രത്യേകത ഔഷധ ഗുണമുള്ളതാണ്. അത് മാത്രമല്ല, അതിൽ പ്രപഞ്ചം തന്നെ പങ്കെടുത്തിരിക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആയിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. നോക്കൂ, 4 വരി നിസ്സാരമെന്ന് തോന്നുന്ന ആ വരിയെ നമ്മൾ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരു വലിയ ഒരു കാലത്തിൻ്റെയും സ്ഥലത്തിൻ്റെയൊക്കെ അവരുണ്ടാക്കിയ ഒരു ലോകമാണ് നഷ്ടപ്പെടുന്നത്. അത് സൂക്ഷ്മതയുള്ള എഴുത്തുകാരാണ്. ആ സൂക്ഷ്മതയുള്ള എഴുത്തുകാർ നമുക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാകും ചെയ്യും. എപ്പോഴും അങ്ങനെ കാലത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളുണ്ട്. ആ തിരഞ്ഞെടുപ്പുകളിൽ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എന്തായിത്തീരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ എഴുതുന്നു, ഞാൻ ആ സത്യത്തെ കേന്ദ്രീകരിച്ച് എഴുതാൻ ശ്രമിക്കുന്നു. ഞാൻ എന്നെ തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ഈ ലോകത്ത് ഇതിൽ ഞാൻ എന്തിനാണ് പറഞ്ഞത് എന്ന് ഞാൻ ആലോചിക്കുന്നു. എന്താണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആലോചിക്കുന്നു. ഇതിൽ നിന്നൊക്കെ ഉറവ് പൊട്ടുന്ന കഥകളിലൂടെ ഞാൻ യാത്ര ചെയ്യുന്നു. നന്ദി, നമസ്കാരം.